ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഓൾ ഇന്ത്യ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. കുറേ പേര് ചോദിച്ചില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ചോദിക്കുന്നുണ്ട്, വീഡിയോസ് എവിടെ. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് തെറ്റുപറ്റിയതാണോ ഇനി കോപ്പറേറ്റ് തെറ്റുപറ്റിയാണോ എനിക്കറിയാൻ പാടില്ല. നമ്മുടെ വീഡിയോസ് ഒരു 80% മിസ്സിംഗ് ആണ്. കുറച്ച് വീഡിയോസ് ഉണ്ട്, കുറച്ച് വീഡിയോസ് കാണാനില്ല. അപ്പോൾ നമുക്കിവിടെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല. സോ പോയതെന്തായാലും പോയിക്കോട്ടെ. നിങ്ങൾക്ക് ഇനി രണ്ടാമത്തെ എപ്പിസോഡ് കാണാൻ നിങ്ങൾ തുടങ്ങാൻ വേണ്ടി പോണത് സൂറത്ത് ടു ഉദയ്പൂർ. ഞാനിന്ന് പോകുന്നത് ഉദയ്പൂരിലാണ്. ഉദയ്പൂർ കൊട്ടാരങ്ങളുടെ നാടാണല്ലോ, അപ്പം നമുക്ക് കുറേ പാലസും കാര്യങ്ങളും നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. ഞാൻ അധികം വീഡിയോസിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആകെ മലയാളി യൂട്യൂബറിൽ ഒറ്റ വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ വീഡിയോ വെച്ചിട്ടാണ് ഞാൻ ആ സ്പോട്ടിലോട്ട് പോകാൻ നിൽക്കുന്നത്. അതെന്തായാലും നിങ്ങൾക്ക് സർപ്രൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഉദയ്പൂർ എന്നിട്ട് വിശേഷങ്ങൾ കാണാം. ബാ. വെൽക്കം ടു രാജസ്ഥാൻ. നമ്മൾ രാജസ്ഥാൻ ബോർഡർ കയറുകയാണ്. രാജസ്ഥാൻ അടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉദയ്പൂർ ഇവിടുന്നൊരു 100 കിലോമീറ്റേഴ്സ് ഉണ്ട്. നമ്മളിന്ന് ചിലപ്പോൾ ഉദയ്പൂർ ചോദിക്കും, അല്ലെങ്കിൽ അജീർവർക്ക് പോകും. നമ്മുടെ തോട്ടത്തിലേക്ക് ഒരു 8-9 ദിവസം തൊട്ട് പുറകിൽ ഡ്രൈ സ്റ്റേറ്റ് ആയതുകൊണ്ട്, ഗുജറാത്ത് ആയതുകൊണ്ട് സാധനം കിട്ടില്ല മദ്യം. അതുകൊണ്ട് ഉദയ്പൂർ എല്ലാവരും രീതിയിലും മദ്യമുണ്ട്. ഗൈസ്, എൻ്റെ ആകെ പൊടി പിടിക്കാത്ത സീനെ നമുക്കൊന്ന് വാഷ് ചെയ്യണം. നമ്മളിപ്പോൾ പോണത് കർണിമാത റോപ്പ് വേ ടെമ്പിളാണ്. കർണിമാത ടെമ്പിൾ റോപ്പ് വേ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം. ഒരു റോപ്പ് വേ ആണ്. ഉദയ്പൂർ ഫുള്ള് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ റോപ്പിൽ കിടക്കുന്നത്. എനിക്ക് ടൈമിങ് അറിയാൻ പാടില്ല അതിൻ്റെ. നമുക്കെന്തായാലും പോയി നോക്കാം. ഇപ്പം ടൈം 4:38 പറഞ്ഞത്. 4.5 കിലോമീറ്ററിൻ്റെ ഉള്ളൂ. നമുക്ക് നോക്കാം. നമുക്ക് ജയ്പൂർ ഇതുവഴിയൊക്കെയാണ് കാണിക്കുന്നത്. ഈ ലൊക്കേഷനിൽ നമ്മുടെ മാപ്പിൽ നമ്മൾ ലൊക്കേഷൻ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ കടകൾ നൽകി ഷോർട്ട്കട്ട് ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ന്യൂസാണ്. ഒരു സിഗ്നലിൽ നിൽക്കേണ്ട അത് ഹൈവേ കിടന്ന് കറങ്ങണം. ഇതുപോലെയുള്ള റോഡിലേക്ക് കയറണം. നാലഞ്ച് വഴികൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിക്കാറില്ലാതോടാണ് കഴിക്കില്ല. ഉദയ്പൂർ മാർക്കറ്റ് അങ്ങനെ തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും ഒരു മാർക്കറ്റാണ്. ഉദയ്പൂർ മെയിൻ മാർക്കറ്റ് അല്ലെങ്കിൽ റോഡിലൊക്കെ വെച്ചാണ് സാധനം കച്ചവടം. റോഡിൽ എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിലാണ്. വേണ്ട എനിക്ക് മലയാളം അറിയാമെന്നുണ്ട്. വേണമെന്ന് കൊണ്ട് ചോദിച്ചു. ഞാൻ കേട്ടില്ല, ക്രിസ്ത്യാനി അറിയാമല്ല. ചെറിയ അത്യാവശ്യം വലിയ എല്ലാ അടിപൊളി കളർഫുള്ളാണ്. ഇച്ചിരി എണ്ണ ഇറങ്ങിയപ്പോൾ തന്നെ ഫുള്ള് കളർഫുള്ളല്ല.
പൂജാ സ്റ്റോറും കംപ്ലീറ്റ്. ഇവിടെ അമ്പലം ഉണ്ടാക്കാം, അതിൻ്റെ ആണെന്ന് തൊട്ടടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടൊക്കെ ജ്യൂസുണ്ട്. എനിക്ക് നീട്ടാണ് മനസ്സിലായത്. അയ്യോ, ഈ ചെറിയ വീട്ടിലൊക്കെ 4 കിലോമീറ്റർ വരാനായിട്ട് നമുക്ക് 10 കിലോമീറ്റർ വരുന്നില്ല. കണ്ടോ നല്ല കണ്ണട മോനെ. നമ്മളിത് അതിൻ്റെ മേളിലോട്ട് പോകും. മേളിൽ പോയിട്ടുണ്ട് അമ്പലം, അങ്ങോട്ട് പോകും. അതാണ് സംഭവം. അതൊക്കെ തീറ്റൂല്ലോ. ऊपर से टिकट मिलेगी, यहाँ से एंट्री जाने कितना है वो? 110 का टिकट है। 110 का टिकट है, 110 रुपये का टिकट आने जाने का। ओके, बाइक ऊपर राइट. നൈസ്. കണ്ട അൻഷാപൂർണ കർണി മാതാ റോപ്പ് വേ, സായിറാം അസോസിയേറ്റ്. ഹിന്ദിയിലാണ് എഴുതിക്കുന്നത്. ഞാൻ ഗസ് ചെയ്യാനുണ്ട്, എനിക്കറിയാൻ പാടില്ല. രാവിലെ 9 തൊട്ട് രാത്രി 8 മണി വരെ ആയിരിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായിരിക്കും അവിടുത്തെ ദേവിയുടെ ഇതൊക്കെ പുഷ്പമാണ്. നമ്മൾ അമ്പലത്തിൽ പോകണമല്ല, മെയിൻലി ഈ റോപ്പ് വേയിലൊന്ന് കയറണം. ഈ റോപ്പ് വേയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വ്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ബാ, നമ്മുടെ തൊട്ടപ്പുറത്താണ് ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടോക്കൺ നമ്പർ വരും. ടോക്കൺ നമ്പർ ഒരു ടോക്കൺ നമ്പർ വെച്ചാണ്ടൊക്കെ വന്നത്. ടോക്കൺ നമ്പർ ഇടുന്നുണ്ട്. സാധിക്കും ഇത് കഴിയും സർ. ഐറ്റംസ് ഉണ്ടോ? അല്ല, കോലാപുളിയിൽ ജയ്പൂർ തിങ്സ് ആണ് അവരുടെ ട്രഡീഷണൽ തിങ്സ് ഒക്കെ ഇല്ലേ. അതെന്തായാലും ഷോപ്പിങ്ങിന് പോകണം. അപ്പൊ വിശദമായിട്ട് കാണിച്ചു തരാം. ഞാൻ വെറുതെ പോകാം. ആറ് നോക്കാനായിട്ട് വരുന്നുണ്ട്. ഇവിടുന്ന് പറഞ്ഞാൽ പോകുന്നുണ്ട്. ഹലോ, ഓപ്പൺ എൻട്രി. നമ്മൾ ക്യൂ എങ്ങനെയാണെന്ന് തോന്നണം, വെയിറ്റ് ചെയ്യണമെന്ന് തോന്നണം. വേണ്ടത് അപ്പോൾ ഇവിടെ വരുന്നു. ഓക്കെ, മഴ നമ്പറുള്ളൂ. അങ്ങോട്ട് പോകുന്നത് വേറെ ഇല്ലാതെ തോന്നണം. 3 ഒരുമിച്ചാണ് പോണത്. ഒരുമിച്ച് വരികയും ചെയ്യും. ലൈഫ് അവിടെ താഴെ എത്തി. ചിലപ്പോൾ നമ്മളിവിടെ ആയിരിക്കും, അറിയാൻ പാടില്ല. ബാക്കി ആൾക്കാർ വെയിറ്റിംഗാണ്. ഇതാണ് റോപ്പ്. നേരെ കാണുന്ന അമ്പലത്തിലോട്ട് പോകും. റെഡ്. ഓക്കെ, നമുക്ക് റെഡ് കിട്ടിയിട്ടുണ്ട്. ഒരു കളറാണ് കാണാറുണ്ടായി. എല്ലാം റെഡ് ഗ്രീൻ. ഇവിടെ സർപ്രൈസിന്റെ കൂടെ സീനായി. ഞങ്ങൾ താഴേന്ന് ഇറങ്ങി വന്ന്, അല്ല താഴേന്ന് കയറി വന്ന് ഈ 360 ഡിഗ്രി വ്യൂ എന്നൊക്കെ പറയൂലേ, എൻ്റെ ലൈഫിൽ എനിക്ക് ആകെ കിട്ടിയേക്കുന്ന വ്യൂ അതുകൊണ്ട് ഫസ്റ്റ് മെമ്മറിയിൽ ഇപ്പൊ ചോദിക്കാൻ ഒരാള് 360 ഡിഗ്രിയിൽ
വിഷ്വൽ എന്തെങ്കിലും കിട്ടുന്നത് നോക്കിയാണെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കും. അത്രയും സീനറി, ഇത്രയും സീനറി, ആക്കലും സീനറി, ഫുൾ സീനറി. സീനറിയുടെ ഒരു ഐഡിയ മതി. പക്ഷെ അത് നോക്കി എന്താ ഐറ്റം അതുണ്ട്. കുറച്ച് കണ്ടത് ഇവിടെ ഇങ്ങനെ നീണ്ടു കിടക്കാണ്. അതാണ് നമ്മുടെ പാലസ്. ഏത് ഉദയ്പൂർ പാലസ്. അത് നൈറ്റിൽ നിന്ന് കാണുന്നുണ്ട്. നാളെ നമ്മൾ രാവിലെ ഇവിടുന്ന് പോണതിന് മുമ്പ് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങണം. കാരണം നമുക്കിപ്പോൾ ടൈം ഉണ്ടാവില്ല കയറാൻ. ആ വെള്ളത്തിലിരിക്കുന്നില്ലേ, അതൊരു പാലസാണ്. പകുതി പാലസും പകുതി താജിന് വേണ്ടി കൊടുത്തേക്കുന്നതാണ്. അത് പെർ ഡേ കണ്ടും 50,000 75,000 കണ്ടാണ് പെർ ഡേ റൂമിനായിട്ട് റെന്റ് വന്നത്. ഇത് നോക്കി സിറ്റി വ്യൂ എങ്ങനെയുണ്ട് ഐറ്റം. വെറുത്തായില്ലേ സാധനം, വെറുത്തായില്ലേ ഞാൻ ക്ലോസ് ചെയ്ത് വൈദ്യുതി നഷ്ടമില്ല. ഫുൾ സിറ്റി അതാണ് ഞാൻ പറഞ്ഞത്. ഉദയ്പൂർ ഫുൾ സിറ്റി ഇതിന് മേളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. വ്യൂ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ. നമ്മള് ഡയറക്റ്റ് കണ്ണി കൂടെ കാണുന്ന ഒരു വിഷ്വല് ഫോണിൽ കൂടെ ഇതിൽ കൂടെ കിട്ടൂല, ക്യാമറയിൽ കൂടെ കിട്ടൂല. പക്ഷെ വൺ ഓഫ് ദി ബെസ്റ്റ് ഉണ്ടാ ജയ്പൂർ എന്ന് പറയുമ്പോൾ ഇനി എന്റെ മനസ്സിൽ ആദ്യം വന്നത് ഇതായിരിക്കും. നമുക്ക് നേരത്തോട്ട് ഇറങ്ങാം. നമ്മളിത് അവിടെ കണ്ടോ, ആ മേളിൽ അവിടെ നിന്നേച്ചത്, അവിടെ നിന്ന് വ്യൂ, അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി. ഇവിടെ ഒരു കഫേ ഉണ്ട്. വൈകുന്നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോഴൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. 110 രൂപ ചിലവുള്ള ഒരാൾക്ക് ഇത്രയും നല്ലൊരു വ്യൂ ഒക്കെ കണ്ടിരിക്കാം, ഒരു കോഫിയൊക്കെ കുടിക്കാം, നല്ലൊരു മൂടല്ലേ. നമ്മളങ്ങനെ തിരിച്ചിറങ്ങി. ഇവിടെ കുറച്ചു നേരം നിന്നു. ഇപ്പൊ ചെറുതായിട്ട് വെയിൽ വന്നു. ലൈറ്റിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്. തിരിച്ചു പോകുമ്പോ അത്യാവശ്യം സ്പീഡ് ഉണ്ട് കേട്ടോ. കേറുമ്പോ മാത്രം ഇവിടെ നെയ്യ കയറുന്നത്. അത് നമ്മൾ നടക്കുമ്പോഴും അങ്ങനെ തന്നെയല്ല. നമ്മളങ്ങനെ ഇറങ്ങി. അവിടുന്ന് ചെറിയൊരു ടെൻഷൻ ഉണ്ടായി. എനിക്ക് ഹൈറ്റോഫാബിയ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അങ്ങനെ എന്തോ പറയാ. ഈ പൊക്കത്തിൽ കയറാനും അവിടെ നിൽക്കാനൊക്കെ ചെറിയൊരു ഉൾഭയം ഉണ്ടാവും. എനിക്ക് അങ്ങനത്തെ ഒരു സീനുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സോളോ അടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെത്താനെ ഉള്ള കുറെ പേടികളൊക്കെ മാറിക്കോട്ടെ. ചിലത് ഫേസ് ചെയ്യാൻ മടി. ഒരാൾ കൂടെ ഉണ്ടെങ്കിലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രിപ്പ് സോളോ ആക്കിയത്. എല്ലാം തന്നെത്താനെ ചെയ്യണം, വേറെ ആരുമില്ല. അപ്പോൾ കൂടെ ഒരാളുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ ചാടിപ്പിടിച്ച് കയറും, കുറച്ചുകൂടി ധൈര്യം ഉണ്ടാവും. ഒറ്റക്കാവുമ്പോൾ നമ്മളിത് മടിച്ചേക്കും. പക്ഷെ നമ്മുടെ ഉൾപ്പവർ കൊണ്ട് നമ്മൾ കയറി കഴിയുമ്പോൾ നമ്മൾ ഓക്കെ, ഞാനിപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ പോലെ കുറേ ഫിയറൊക്കെ മാറും സോളോ ട്രിപ്പ് അടിക്കുമ്പോൾ. സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമുക്ക് ഇനി അടുത്തത് പാലസ് ഒന്ന് പോയി നോക്കാം. ഗൈസ്, അങ്ങനെ മേളിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. താഴത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ലേക്ക് വ്യൂ കാണാനായിട്ട്, ലേക്ക് വ്യൂ കാണാനുള്ളൊരു പ്ലേസും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബോട്ടിങ്ങും ഉണ്ട്. ഇത് നല്ലൊരു ആംബിയൻസ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. പക്ഷെ മേളിൽ അത്രയും വരൂല, ഞാൻ കാണിച്ചു തരാം.